അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് റിസർച്ച് മെത്തഡോളജിയിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് റിസർച്ച്. ഇതിൽ ബേസിക് കോൺസെപ്റ്റ്, മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻറ്റിഫിക് റിസർച്ച് ആണ് ഇതുവരെ പറഞ്ഞത്. അടുത്തതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺ റിസർച്ച്. ഒരു റിസർച്ചിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ബ്ലൈൻഡിങ്. ഇൻ സിംഗിൾ ബ്ലൈൻഡിങ് ഓൺലി ദ പാർട്ടിസിപ്പൻസ് ഡു നോട്ട് നോ വിച്ച് ഗ്രൂപ്പ് ദേ ആർ ഇൻ. പാർട്ടിസിപ്പൻറ്റിന് അറിയണ്ടാവില്ല അവർ ഏത് ഗ്രൂപ്പിലാണ് ചെയ്യുക, അവർ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പാണോ അതോ കൺട്രോൾഡ് ഗ്രൂപ്പാണോ എന്ന് അവർക്ക് അറിയണ്ടാവില്ല. ദ റിസർച്ചർ നോസ് ബട്ട് കീപ് ഇറ്റ് സീക്രട്ട് ഫ്രം ദ പാർട്ടിസിപ്പൻസ്. റിസർച്ചർക്ക് അറിയണ്ടാവും അവർ ഈ പാർട്ടിസിപ്പൻറ്റിനെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്, അവരെ ഒബ്സർവ് ചെയ്യുകയാണെന്നൊക്കെ ഒരു റിസർച്ചർക്ക് അറിയണ്ടാവും. പക്ഷേ പാർട്ടിസിപ്പൻറ്റ് ആ ഒരു കണ്ടീഷനോട് അൺഅവെയർ ആയിരിക്കും, അവർക്ക് അറിയണ്ടാവില്ല, അവർ അണ്ടർ സ്റ്റഡി ആണെന്ന് അവർക്ക് അറിയണ്ടാവില്ല. അടുത്തതാണ് ഇറ്റ് ഹെൽപ്സ് ടു റിഡ്യൂസ് ബയാസ് ഫ്രം പാർട്ടിസിപ്പൻറ്റ് എക്സ്പെക്റ്റേഷന്. അതുകൊണ്ട് തന്നെ പാർട്ടിസിപ്പൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് ബയാസസ് കുറക്കാൻ പറ്റും. അടുത്തതാണ് ഡബിൾ ബ്ലൈൻഡിങ്. ഇൻ ഡബിൾ ബ്ലൈൻഡിങ് ബോത്ത് the researcher and the participant don't know who is getting the treatment. ഡബിൾ ബ്ലൈൻഡിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റിസർച്ചർക്കും പാർട്ടിസിപ്പൻറ്റിനും അറിയണ്ടാവില്ല ഓല് അണ്ടർ സ്റ്റഡി ആണെന്ന്. അത് വെച്ചാൽ രണ്ട് ആൾക്കാരുണ്ടാവും, ഒന്ന് പാർട്ടിസിപ്പൻറ്റും ഉണ്ടാവും, ഒന്ന് റിസർച്ചറും ഉണ്ടാവും. പക്ഷേ അവരെ കൺട്രോൾ ചെയ്യാൻ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും, അവരാണ് യഥാർത്ഥത്തിൽ ആ റിസർച്ച് നടത്തുന്നത്. അപ്പം ഒരു റിസർച്ചർ വന്നു, ആ റിസർച്ചർ പറയാണ്, ഒരു ടീച്ചറും കുട്ടികളും ഉണ്ട്, അവരോട് പറയാണ്, ടീച്ചറിനോട് പറയാണ്, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക, എങ്ങനെയാണ് കുട്ടികൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്റ്റഡി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ടീച്ചറെയും കുട്ടികളെയും ഒരേ സമയം പാർട്ടിസിപ്പൻ്റ് ആക്കി ഈ തേർഡ് വന്ന ആൾക്കാർ അതിനെ സ്റ്റഡി ചെയ്യുന്നതാണ് ഡബിൾ ബ്ലൈൻഡിങ്. അതിൽ രണ്ട് പേരെയും നമ്മൾ ബ്ലൈൻഡ് ആക്കി നിർത്തി. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് ഡബിൾ ബ്ലൈൻഡിങ്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയണ്ടാവില്ല അവർ സ്റ്റഡി ചെയ്യുകയാണെന്ന് അവർക്ക് അറിയണ്ടാവില്ല. ടീച്ചർ വിചാരിക്കുക കുട്ടികളെയാണ് സ്റ്റഡി ചെയ്യാന്ന്, കുട്ടികൾക്ക് അത് അറിയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൽ ബയാസസ് കുറക്കാൻ സഹായിക്കും. ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെന്ന് ടീച്ചറോട് നമ്മൾ പറഞ്ഞാൽ ടീച്ചർ കുറച്ച് പെർഫെക്റ്റ് ആക്കാനേ നോക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് എല്ലാം നാച്ചുറൽ ആയിക്കാണ്ട് സംഭവിക്കണം എന്ന് വെച്ചിട്ട് അവരോട് ഒന്നും പറയൂല. അതുകൊണ്ട് തന്നെ അത് ബയാസസ് കുറക്കാൻ സഹായിക്കും. അതേപോലെ ഇത് മോർ റിലയബിൾ ആണ്, അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മൾക്ക് കിട്ടുക. മൂന്നാമത്തതാണ് ഹോത്തോൺ എഫക്റ്റ്. ഇറ്റ് മീൻസ് പീപ്പിൾ ചേഞ്ച് ദെയർ ബിഹേവിയർ വെൻ ദേ നോ ദേ ആർ ബീയിങ് ഒബ്സർവ്ഡ്. ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒബ്സർവ്ഡ് ആണെന്ന് നമ്മൾക്ക് തോന്നിയാൽ, ഇപ്പോൾ ഒരാൾ പാർട്ടിസിപ്പൻറ്റിനെ പഠിക്കുകയാണ്, അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഇന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഒരു ഗുഡായിട്ട് നിൽക്കാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ അത് ഈ റിസർച്ചിനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹോത്തോൺ എഫക്റ്റ്. ബീയിങ് ഗുഡായിട്ട് നിൽക്കാനേ അവർ ശ്രമിക്കുള്ളൂ. ഈ ഒരു റിസർച്ച് കണ്ടെത്തിയത് ഹോത്തോൺ ഫാക്ടറിയിലാണ്. ഹോത്തോൺ ഫാക്ടറിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ വർക്കേഴ്സ് ഇംപ്രൂവ്ഡ് ദെയർ പെർഫോമൻസ് ജസ്റ്റ് ബിക്കോസ് ദേ ന്യൂ ദേ വെർ ബീയിങ് സ്റ്റഡീഡ്. ഹോത്തോൺ ഫാക്ടറിയിലുള്ള ആളുകൾക്ക് മനസ്സിലായി, അവിടുത്തെ വർക്കേഴ്സിന് മനസ്സിലായി അവരെ അണ്ടർ സ്റ്റഡി ചെയ്യുകയാണെന്നും അതുകൊണ്ട് തന്നെ അവരുടെ വർക്ക് ഭയങ്കര പെർഫോമൻസൊക്കെ ഗുഡാക്കി ഇമ്പ്രൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ കിട്ടൂല, ബയാസസ് വരും അതിൽ. ഒന്നാമത്തേതാണ് സിംഗിൾ ബ്ലൈൻഡിങ്. ഇൻ സിംഗിൾ ബ്ലൈൻഡിങ് ഓൺലി ദ പാർട്ടിസിപ്പൻസ് ഡു നോട്ട് നോ വിച്ച് ഗ്രൂപ്പ് ദേ ആർ ഇൻ. പാർട്ടിസിപ്പൻറ്റിന് അറിയണ്ടാവില്ല അവർ ഏത് ഗ്രൂപ്പിലാണ് ചെയ്യുക, അവർ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പാണോ അതോ കൺട്രോൾഡ് ഗ്രൂപ്പാണോ എന്ന് അവർക്ക് അറിയണ്ടാവില്ല. ദ റിസർച്ചർ നോസ് ബട്ട് കീപ് ഇറ്റ് സീക്രട്ട് ഫ്രം ദ പാർട്ടിസിപ്പൻസ്. റിസർച്ചർക്ക് അറിയണ്ടാവും അവർ ഈ പാർട്ടിസിപ്പൻറ്റിനെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്, അവരെ ഒബ്സർവ് ചെയ്യുകയാണെന്നൊക്കെ ഒരു റിസർച്ചർക്ക് അറിയണ്ടാവും. പക്ഷേ പാർട്ടിസിപ്പൻറ്റ്
ആ ഒരു കണ്ടീഷനോട് അൺഅവെയർ ആയിരിക്കും. അവർക്ക് അറിയുന്നുണ്ടാവില്ല, അവർ അണ്ടർ സ്റ്റഡി ആണെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. അടുത്തതാണ് ഇറ്റ് ഹെൽപ്സ് ടു റിഡ്യൂസ് ബയാസ് ഫ്രം പാർട്ടിസിപ്പൻറ്റ് എക്സ്പെക്റ്റേഷന്. അതുകൊണ്ട് തന്നെ പാർട്ടിസിപ്പൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് ബയാസസ് കുറക്കാൻ പറ്റും. അടുത്തതാണ് ഡബിൾ ബ്ലൈൻഡിങ്. ഇൻ ഡബിൾ ബ്ലൈൻഡിങ് ബോത്ത് ദ റിസർച്ചർ ആൻഡ് ദ പാർട്ടിസിപ്പൻറ്റ് ഡോണ്ട് നോ ഹൂ ഈസ് ഗെറ്റിംഗ് ദ ട്രീറ്റ്മെൻറ്റ്. ഡബിൾ ബ്ലൈൻഡിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റിസർച്ചർക്കും പാർട്ടിസിപ്പൻറ്റിനും അറിയുന്നില്ല ഓല് അണ്ടർ സ്റ്റഡി ആണെന്ന്. അത് വെച്ചാൽ രണ്ട് ആൾക്കാരുണ്ടാവും, ഒന്ന് പാർട്ടിസിപ്പൻറ്റും ഉണ്ടാവും, ഒന്ന് റിസർച്ചറും ഉണ്ടാവും. പക്ഷേ അവരെ കൺട്രോൾ ചെയ്യാൻ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും. അവരാണ് യഥാർത്ഥത്തിൽ ആ റിസർച്ച് നടത്തുന്നത്. ഇപ്പം ഒരു റിസർച്ചർ വന്നു, ആ റിസർച്ചർ പറയാണ്, ഒരു ടീച്ചറും കുട്ടികളും ഉണ്ട്, അവരോട് പറയാണ്, ടീച്ചറിനോട് പറയാണ്, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക, എങ്ങനെയാണ് കുട്ടികൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്റ്റഡി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ടീച്ചറെയും കുട്ടികളെയും ഒരേ സമയം പാർട്ടിസിപ്പൻ്റ് ആക്കി ഈ തേർഡ് വന്ന ആൾക്കാർ അതിനെ സ്റ്റഡി ചെയ്യുന്നതാണ് ഡബിൾ ബ്ലൈൻഡിങ്. അതിൽ രണ്ട് പേരെയും നമ്മൾ ബ്ലൈൻഡ് ആക്കി നിർത്തി. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് ഡബിൾ ബ്ലൈൻഡിങ്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയുന്നുണ്ടാവില്ല അവർ സ്റ്റഡി ചെയ്യുകയാണെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. ടീച്ചർ വിചാരിക്കുക കുട്ടികളെയാണ് സ്റ്റഡി ചെയ്യാന്ന്, കുട്ടികൾക്ക് അത് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൽ ബയാസസ് കുറക്കാൻ സഹായിക്കും. ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെന്ന് ടീച്ചറോട് നമ്മൾ പറഞ്ഞാൽ ടീച്ചർ കുറച്ച് പെർഫെക്റ്റ് ആക്കാനേ നോക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് എല്ലാം നാച്ചുറൽ ആയിക്കാണ്ട് സംഭവിക്കണം എന്ന് വെച്ചിട്ട് അവരോട് ഒന്നും പറയൂല. അതുകൊണ്ട് തന്നെ ഇത് ബയാസസ് കുറക്കാൻ സഹായിക്കും. അതേപോലെ ഇത് മോർ റിലയബിൾ ആണ്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മൾക്ക് കിട്ടുക. മൂന്നാമത്തതാണ് ഹോത്തോൺ എഫക്റ്റ്. ഇറ്റ് മീൻസ് പീപ്പിൾ ചേഞ്ച് ദെയർ ബിഹേവിയർ വെൻ ദേ നോ ദേ ആർ ബീയിങ് ഒബ്സർവ്ഡ്. ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒബ്സർവ്ഡ് ആണെന്ന് നമ്മൾക്ക് തോന്നിയാൽ, ഇപ്പോൾ ഒരാൾ പാർട്ടിസിപ്പൻറ്റിനെ പഠിക്കുകയാണ്, അപ്പോൾ അവർക്ക് തോന്നുകയാണ് എന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഒരു ഗുഡായിട്ട് നിൽക്കാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ അത് ഈ റിസർച്ചിനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹോത്തോൺ എഫക്റ്റ്. ബീയിങ് ഗുഡായിട്ട് നിൽക്കാനേ അവർ ശ്രമിക്കുള്ളൂ. ഈ ഒരു റിസർച്ച് കണ്ടെത്തിയത് ഹോത്തോൺ ഫാക്ടറിയിലാണ്. ഹോത്തോൺ ഫാക്ടറിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ വർക്കേഴ്സ് ഇംപ്രൂവ്ഡ് ദെയർ പെർഫോമൻസ് ജസ്റ്റ് ബിക്കോസ് ദേ ന്യൂ ദേ വെർ ബീയിങ് സ്റ്റഡീഡ്. ഹോത്തോൺ ഫാക്ടറിയിലുള്ള ആളുകൾക്ക് മനസ്സിലായി, അവിടുത്തെ വർക്കേഴ്സിന് മനസ്സിലായി അവരെ അണ്ടർ സ്റ്റഡി ചെയ്യുകയാണെന്നും അതുകൊണ്ട് തന്നെ അവരുടെ വർക്ക് ഭയങ്കര പെർഫോമൻസൊക്കെ ഗുഡാക്കി ഇമ്പ്രൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ കിട്ടൂല, ബയാസസ് വരും അതിൽ. നാലാമത്തേതാണ് പ്ലാസിബോ എഫക്റ്റ്. എ പ്ലാസിബോ ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് നോ റിയൽ എഫക്റ്റ്. ഒരു റിയൽ എഫക്റ്റ് ഇല്ലാതെ നമ്മൾ ഫോർത്ത് വണ്ണാണ് പ്ലാസിബോ എഫക്റ്റ്. പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവുക വിത്തൗട്ട് നോൺ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്. ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ, ഒരു അസുഖത്തിനുള്ള പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നമ്മൾക്ക് ഒരു ഇംപ്രൂവ്മെൻറ്റ് വരിക എന്ന് വെച്ചാൽ ദ പ്ലാസിബോ ഈസ് എ സബ്സ്റ്റൻസ് വിത്ത് നോ റിയൽ എഫക്റ്റ്. ഒരു റിയൽ എഫക്റ്റ് കിട്ടാത്ത ഒരു സബ്സ്റ്റൻസ് ആണ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ദ പ്ലാസിബോ എഫക്റ്റ് ഹാപ്പൻസ് വെൻ പീപ്പിൾ ഫീൽ ബെറ്റർ ജസ്റ്റ് ബിക്കോസ് ദേ ബിലീവ് ദേ ഗോട്ട് ദ റിയൽ ട്രീറ്റ്മെൻറ്റ്. അവർക്ക് റിയൽ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഒരാൾക്കൊരു ആങ്സൈറ്റി ഉണ്ട്, പക്ഷേ അയാൾക്ക് ആങ്സൈറ്റീൻ്റെ മരുന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷുഗർ പില്ലാണ് കൊടുത്തത്. അപ്പോൾ അയാൾ വിശ്വസിക്കുകയാണ് ഇത് ആങ്സൈറ്റീൻ്റെ മരുന്നാണ്, ഇത് കുടിച്ചാൽ എൻ്റെ അസുഖം മാറുമെന്ന് വിചാരിച്ചിട്ട് ആ ഷുഗർ പില്ല് കുടിച്ച് അതിന് ശേഷം അയാൾക്ക് ആങ്സൈറ്റി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നടക്കുക. അപ്പോൾ അതൊരു നോൺ ആക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ്. ആ ഒരു അസുഖത്തിന് പറ്റുന്ന ട്രീറ്റ്മെൻ്റ് അല്ല നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ പക്ഷേ എന്നാലും നല്ല കോലത്തിൽ നടക്കുന്നുണ്ടെന്നാണ്. അതിനാണ് പറയുന്നത് പ്ലാസിബോ എഫക്റ്റ്.
റിയൽ ട്രീറ്റ്മെൻറ്റ് അല്ലാഞ്ഞിട്ടും അയാളത് അത്രക്കും ബിലീവ് ചെയ്തുകൊണ്ടാണ് അയാൾക്ക് അങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടുന്നത്. ഇറ്റ് ഷോസ് ദ പവർ ഓഫ് ബിലീവ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഇൻ ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് ഓർ മൂഡ്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ പോലെ അയാൾക്ക് അത്രയും ഭയങ്കര പവർ ഓഫ് ബിലീഫും ആ ഒരു മരുന്ന് കുടിച്ചാൽ അയാളെ അസുഖം മാറുന്നില്ല, ഭയങ്കര എക്സ്പെക്റ്റേഷൻസും അതൊക്കെ അയാളെ ഹെൽത്തിലും മൂഡിലും അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പ്ലാസിബോ എഫക്റ്റ് പറയുന്നത്. അഞ്ചാമത്തതാണ് ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ക്ലൂസ് ഓർ സിഗ്നൽസ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ടെൽ പാർട്ടിസിപ്പൻറ്റ് വാട്ട് ദ റിസർച്ചർ എക്സ്പെക്റ്റ്. ഈ ക്വസ്റ്റ്യനെയറൊക്കെ കൊടുക്കുന്ന ടൈമിൽ പാർട്ടിസിപ്പൻസിന് മനസ്സിലാവും ഇത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇവർ ചോദിക്കുന്നതെന്ന്. ചില ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇവർ ബീയിങ് ഗുഡ് ആവാൻ നോക്കും. ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ട് എന്നുള്ളതും കൂടി അവർ ഗുഡായിട്ടായിരിക്കും അതിൽ റെസ്പോൺസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു കറക്റ്റ് റെസ്പോൺസും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ബയാസസ് വരാനും ചാൻസസ് ഉണ്ട്. അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് അതിൽ കിട്ടില്ല. അതാണ് ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ദീസ് ആർ ക്ലൂസ് ഓർ സിഗ്നൽ. ക്ലൂവും സിഗ്നലും കിട്ടും ഇൻ ആൻ എക്സ്പെരിമെൻറ്റ്, ഒരു എക്സ്പെരിമെൻറ്റിൽ ദാറ്റ് ടെൽ പാർട്ടിസിപ്പൻറ്റ് വാട്ട് ദ റിസർച്ചർ എക്സ്പെക്റ്റ്. പാർട്ടിസിപ്പൻറ്റിന് ആ ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടി അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ക്ലൂവും സിഗ്നലും കിട്ടും. അതുകൊണ്ട് തന്നെ അവർ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കില്ല തരുന്നത്. പാർട്ടിസിപ്പൻറ്റ്സ് മേ ദെൻ ചേഞ്ച് ദെയർ ബിഹേവിയർ ടു ഫിറ്റ് ദോസ് എക്സ്പെക്റ്റേഷൻ. ആ ഒരു എക്സ്പെക്റ്റേഷൻസിനനുസരിച്ചിട്ട് പാർട്ടിസിപ്പൻസിന് അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ ആൻസേഴ്സ് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ സ്പോയിൽ ദ റിസൾട്ട് ആൻഡ് റിഡ്യൂസ് അക്യുറസി. അതുകൊണ്ട് തന്നെ ആ റിസൾട്ട് സ്പോയിൽ ചെയ്യും, അക്യുറസി കുറക്കുകയും ചെയ്യും. റിസർച്ചേഴ്സ് ട്രൈ ടു ഹൈഡ് ദ ട്രൂ പർപ്പസ് ഓഫ് ദി സ്റ്റഡി ടു പ്രിവെൻറ്റ് ദിസ്. റിസർച്ചേഴ്സ് മാക്സിമം ഈ ഒരു ബയാസസ് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പർപ്പസ് ഒന്നും പാർട്ടിസിപ്പൻസിനോട് പറയൂല എന്നാണ് പറയുന്നത്, ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പെരിമെൻ്റൽ ബയാസ്. എക്സ്പെരിമെൻ്റൽ ബയാസ് ഒക്കേഴ്സ് when the researcher's personal beliefs, expectations or attitude influence the outcome of the study. ഇപ്പോൾ ഒരു റിസർച്ചർ സ്റ്റഡി ചെയ്യുമ്പോൾ ആ ഒരു റിസർച്ചർ ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻസൊക്കെ ആ ഒരു സബ്ജക്റ്റിൻ്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ അയാളെ ബിഹേവിയറിനേറ്റും കണക്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവത്തെയാണ് എക്സ്പെരിമെൻ്റൽ ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ബയാസ് ഉണ്ടായി, അയാൾ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും എക്സ്പെക്റ്റേഷൻസും ഒക്കെ ആ ഒരു സബ്ജക്റ്റിലേക്ക് കൊണ്ടുപോവുകയാണ് എക്സ്പെരിമെൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് എക്സ്പെരിമെൻ്റൽ ബയാസ്. ഇത് എക്സ്പെരിമെൻ്ററിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു ബയാസ് ആയതുകൊണ്ടാണ് എക്സ്പെരിമെൻ്റൽ ബയാസ് എന്ന് പറയുന്നത്. ദ ബയാസ് ഓഫൻ ഹാപ്പൻസ് unintentionally, meaning the researcher may not realize they are affecting the result. പക്ഷേ ഈ ഒരു റിസർച്ചർക്ക് അറിയുന്നുണ്ടാവില്ല അവർ ആ ഒരു ബിലീഫ്, അവരെ ഒരു പേഴ്സണലായിട്ടുള്ള ബിലീഫ് എക്സ്പെക്റ്റേഷൻസും ഈ ഒരു റിസൾട്ടിനെ സ്പോയിൽ ചെയ്യുന്ന അവർക്ക് ആ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇറ്റ് റിഡ്യൂസ് ദ ഒബ്ജക്റ്റിവിറ്റി ഓഫ് ദ റിസർച്ച് ആൻഡ് മേക്ക് റിസൾട്ട് ലെസ് റിലയബിൾ. ഇതുകൊണ്ട് തന്നെ ആ ഒരു ഒബ്ജക്റ്റിവിറ്റി നഷ്ടപ്പെടും, അതേപോലെ തന്നെ റിസൾട്ടും ലെസ് റിലയബിൾ ആവും. അതൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺ റിസർച്ച് പറയാനുള്ളത്. ഒന്നും കൂടെ പറയാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺ റിസർച്ച്: ഒന്നാമത്തത് സിംഗിൾ ബ്ലൈൻഡിങ്, 2 ഡബിൾ ബ്ലൈൻഡിങ്, 3 എക്സ്പെരിമെൻ്റൽ ബയാസ്, 4 ഹോത്തോൺ എഫക്റ്റ്, 5 പ്ലാസിബോ എഫക്റ്റ്, 6 ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. സിംഗിൾ ബ്ലൈൻഡിങ് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻസിന് അറിയുണ്ടാവില്ല, ഒരു സ്റ്റഡി ചെയ്യാനുള്ള ഒരു യൂസ് ചെയ്യാണെന്ന് പാർട്ടിസിപ്പൻസിന് അറിയുണ്ടാവില്ല, അതേപോലെ റിസർച്ചർക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ. ഡബിൾ ബ്ലൈൻഡിങ്ങിന് എങ്ങനെയെന്ന് വെച്ചാൽ പാർട്ടിസിപ്പൻസിനും അറിയുണ്ടാവില്ല, റിസർച്ചർക്കും അറിയുണ്ടാവില്ല, ഒരു തേർഡ് പാർട്ടിയാണ് അവിടെ ശരിക്കും ആക്ച്വലായിട്ട് റിസർച്ച് ചെയ്യുന്നത്. മൂന്നാമത്തത് ഹോത്തോൺ എഫക്റ്റ്. ഹോത്തോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്സർവിങ് ആണെന്ന് പാർട്ടിസിപ്പൻസിന് തോന്നിയാൽ അവർ ബീയിങ് ഗുഡ് ആവാൻ ശ്രമിക്കും, അവരുടെ ബിഹേവിയറിലൊക്കെ
കറക്റ്റായിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. നാലാമത്തതാണ് പ്ലാസിബോ എഫക്റ്റ്. പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് അല്ലാത്ത ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പുറത്ത് പാർട്ടിസിപ്പൻസ് കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യും എന്നാണ് പ്ലാസിബോ എഫക്റ്റിൽ പറയുന്നത്. അഞ്ചാമത്തതാണ് ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ക്ലൂസും സിഗ്നൽസും ഒക്കെ കൊണ്ട് പാർട്ടിസിപ്പൻസിന് മനസ്സിലാവും എക്സ്പെരിമെൻ്റർ എന്താണ് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിലൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള അവരുടെ ആൻസേഴ്സ് ആയിരിക്കില്ല അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബയാസസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ആറാമത്തതാണ് എക്സ്പെരിമെൻ്റർ ബയാസ്. എക്സ്പെരിമെൻ്ററിൻ്റെ ഒരു കാരണം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ബയാസാണ് എക്സ്പെരിമെൻ്റർ ബയാസ്. അടുത്തത് പറയാനുള്ളത് സ്റ്റെപ്സ് ഓർ സ്റ്റേജസ് ഇൻ റിസർച്ച് ആണ്. ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡിലൂടെ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് 8 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് ഐഡൻറ്റിഫൈങ് എ പ്രോബ്ലം, സെക്കൻഡ് വരുന്നത് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, 3 ഐഡൻറ്റിഫൈങ് മാനിപ്പുലേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് വേരിയബിൾ, 4 ഫോർമുലേറ്റിംഗ് എ റിസർച്ച് ഡിസൈൻ, 5 കൺസ്ട്രക്റ്റിംഗ് ഡിവൈസ് ഫോർ ഒബ്സർവേഷൻ ആൻഡ് മെഷർമെൻറ്റ്, 6 സമ്മറൈസിംഗ് റിസൾട്ട്, 7 ക്യാരിയിങ് ഔട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, 8 ഡ്രോയിങ് കൺക്ലൂഷൻ. ഇത്രയും വരുന്ന സ്റ്റെപ്പാണ് ഒരു റിസർച്ചിനുള്ളത്, ഒരു സയൻറ്റിഫിക് റിസർച്ചിനുള്ളത്. ഇത് നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ബൈ.